morning. Today let us see a new topic, which is instruction pipeline. This is actually the continuation of the processor design space that we have already studied in the last session. So instruction pipeline, it is a mechanism for actually implementing parallelism in a single processor. Okay, before going into the theory part, we will just see the figure. So this is the representation for a pipeline, instruction pipeline. So actually in instruction pipeline, this actually implemented in a single processor. Okay, so what we do is the set of instruction pipeline means a set of processors, set of instructions are actually fed into a pipeline or an assembly line, and they are executed in an overlapped manner. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ്റെ പുറത്തൂടെ തന്നെ വേറൊരു ഇൻസ്ട്രക്ഷനും കൂടെ എക്സിക്യൂട്ട് ചെയ്യും, ഓവർലാപ്പ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ പ്രോസസ്സറിനകത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ദ പാരലിസം ക്യാൻ ബി എൻഷുർഡ്. ഓക്കെ, പാരലിസം നമുക്ക് ഇതിനകത്ത് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 different parts. Okay, we will divide the instruction into 4 different parts. The first one is fetch, second one is decode, third one execute, and the last one is write. Okay, ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. Fetch means in fetching information from the memory or the data from the memory. Okay, decoding means ഇൻസ്ട്രക്ഷന് നമ്മൾ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ CPU അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് എക്സിക്യൂട്ട് എന്ന് പറയുന്നു. റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനം നമ്മൾ സ്റ്റോറേജിലോട്ട് റൈറ്റ് ചെയ്യുന്നതിനാണ്, എഴുതുന്നതിനാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ 4 നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്പോസ് യു അസ്യൂം ദാറ്റ് ദിസ് ഈസ് എ പൈപ്പ്ലൈൻ ഇറ്റ് ഈസ് ഹാവിങ് 3 instructions. ഓക്കെ, ഇതിൽ ഇൻസ്ട്രക്ഷനിൽ ഫസ്റ്റ് സൈക്കിൾ, ഓക്കെ, നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 1 ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് സൈക്കിളിൽ നമ്മൾ ഓരോ ടൈം പീരീഡ് ആയിട്ടാണ്, ഓരോ ടൈമിനെ നമ്മൾ സൈക്കിളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, പ്രോസസ്സർ സൈക്കിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ പ്രോസസ്സർ സൈക്കിൾ എന്താണെന്നുള്ള പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ 1 ഡാറ്റ ഫെച്ച് ചെയ്യുന്നു. സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ 1 ഡീകോഡിങ് ഓപ്പറേഷൻ നടക്കുന്നു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഈ ഫെച്ചിങ് വെറുതെ ഇരിക്കുകയാണ്. അപ്പം സൈക്കിൾ 2 ഇൻസ്ട്രക്ഷൻ 2 ഫെച്ചും കൂടെ ചെയ്യുന്നു. ഓക്കെ, in cycle 3 the execution of the instruction 1 is happening. At the same time decoding is actually free here. So what they are doing is the instruction 2 will decode the operation, okay, and instruction 3 will do the fetching operation in cycle 3. അപ്പോൾ cycle 3 കണ്ടോ ഈ 3 ഓപ്പറേഷൻസ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, in cycle 4 what is happening, cycle 4 the instruction 1 is written, instruction 2 is getting executed, and instruction 3 is getting decoded. Okay, in cycle 5 instruction 2 at the end of the cycle 4 the instruction 1 is completed. Okay, ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ 2 cycle 5 ഇൻസ്ട്രക്ഷൻ 2 is written and instruction 3 is executed. Okay, after cycle 5 this instruction 2 is also complete. Okay, and finally in the instruction 6 cycle 6 the instruction 3 is written. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 3 ഇൻസ്ട്രക്ഷൻ മാത്രമേ ഈ പൈപ്പ് ലൈനകത്ത് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ്, ചിലപ്പോൾ ഒരു 10 15 ഇൻസ്ട്രക്ഷൻസ് ഒരു പൈപ്പ് ലൈനകത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്ട്രക്ഷൻ അവർ 4 ഡിവൈഡ് ചെയ്തിട്ട് അവർ ആ പാർട്ടുകൾ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. ദിറ്റ് ഈസ് നോൺ എസ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. ഓക്കെ, ഇത് നമുക്ക് സിംഗിൾ പ്രോസസ്സറിനകത്തും വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം പൈപ്പ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെക്കാനിസം ടു ഇംപ്ലിമെൻറ്റ് പാരലിസം ഓർ ടു ഇംപ്ലിമെൻറ്റ് പാരലിസം ഇൻ എ സിംഗിൾ പ്രോസസ്സർ. ഓക്കെ, അല്ലെങ്കിൽ ഇൻ എ പ്രോസസ്സർ എന്ന് പറഞ്ഞാലും മതി. ക്ലിയർ? അപ്പം ഇതുകൊണ്ട് എന്താ ഉപയോഗം എന്താണ്, വി ക്യാൻ ഇൻക്രീസ് ദ ത്രൂപുട്ട് ഓഫ് ദ പ്രോസസ്സർ. മിനിമം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സാധാരണ രീതിയിൽ സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം ഇൻസ്ട്രക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻ 2, ഇൻസ്ട്രക്ഷൻ 3. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമുക്ക് 4 സൈക്കിൾ എടുത്ത് ഇത് ചെയ്തു, ഇൻസ്ട്രക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്തു. ഇനി അടുത്ത വീണ്ടും 4 സൈക്കിൾ എടുത്തായിരിക്കും ഇൻസ്ട്രക്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 സൈക്കിളാവും. ഇനി അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ
അടുത്ത 4 എണ്ണം, അപ്പോൾ എത്ര? 12 സൈക്കിളാവും. ഓക്കെ, അപ്പോൾ സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് 12 സൈക്കിൾസ്. ഓക്കെ, ബട്ട് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര സൈക്കിൾ എടുത്തു? ഈ 3 എണ്ണം എക്സിക്യൂട്ട് ചെയ്യാൻ വി ടോക്ക് ഓൺലി 6 cycles. Okay, so this is actually increasing the throughput of the processor. Minimum time we can get the output. Okay, now we can come into the theoretical part of instruction pipeline. Okay, examine instruction pipeline എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. Instruction pipelining is a technique for implementing parallelism within a processor or a single processor. Okay, it is a technique where multiple instructions are overlapped. Okay, this is the main concept. Multiple instructions are overlapped during the execution. Okay, pipelining increases the overall instruction throughput. Clear? Pipelining increases the overall instruction throughput. Okay, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിവിഷനെ കുറിച്ച് പറയണം. ടിപ്പിക്കൽ ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡ്സ് 4 phases. 4 phase ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ഓക്കെ, ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫെച്ചിങ് the information from the memory. Decoding means converting the instruction into an executable form or a computer understandable form. Executing means processing that instruction. Write back means storing that information back to the memory. ഇതാണ് 4 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് 4 phases are frequently performed in a pipeline. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരു അസംബ്ലി ലൈനിനകത്ത് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഫാക്ടറിയിൽ ഒരു കാർ അസംബിൾ ചെയ്യുന്നത് ആ ഒരു മെക്കാനിസത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റോബോട്ടും അതിൻ്റേതായ പാർട്ടാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ രീതിയിലാണ്, ആ ഒരു അസംബ്ലി ലൈൻ മാനറിലാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് എ ഫിഗർ വി ഹാവ് ഓൾറെഡി സീൻ. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽ അഗെയിൻ. നെക്സ്റ്റ് വി ആർ സീയിങ് സർട്ടൻ ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു pipeline. First one is instruction pipeline cycle. What is instruction pipeline cycle? Okay, instruction pipeline cycle is nothing but the time required for each phase to complete its operation. Okay, അതായത് ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അതാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം 1 cycle ആണ്, അല്ലേ? സീ ദ ഫിഗർ. ഇതാണ് ഒരു ഫേസ് എന്ന് പറയുന്നത്. ഫെച്ച് ഈസ് 1 phase, ഡീകോഡ് ഈസ് അനദർ ഫേസ്, എക്സിക്യൂട്ട് ഈസ് അനദർ ഫേസ്, റൈറ്റ് ഈസ് അനദർ ഫേസ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഈ ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സൈക്കിൾ എടുക്കുന്നു? എല്ലാം ഒരു സൈക്കിൾ തന്നെയല്ലേ. അപ്പോൾ ഡീകോഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സൈക്കിൾ, എക്സിക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സൈക്കിൾ, അല്ലേ? സോ ദ ടൈം ടേക്കൺ ഫോർ ഈച്ച് ഫേസ് ടു കംപ്ലീറ്റ്, ഓക്കെ, ഈസ് നോൺ ആസ് ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൈക്കിൾ. ക്ലിയർ? അതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൈക്കിൾ. Instruction issue latency, the time required between issuing 2 adjacent instructions. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ ആ ടൈം ഡിലേക്കാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലേറ്റൻസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എപ്പോഴാണ് കൊടുത്തത്? ഒരു സൈക്കിൾ കഴിഞ്ഞിട്ടല്ലേ കൊടുത്തത്. ഒരു സൈക്കിൾ കഴിഞ്ഞിട്ടല്ലേ അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇതിനകത്ത് പൈപ്പ് ലൈനകത്തോട്ട് ലോഡ് ചെയ്തത്. അതാണ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് ദ ടൈം ഡിലേ ഓർ ദ ടൈം ലാറ്റൻസി ബിറ്റ്വീൻ ദ 2 ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യുന്നത് ഒരു സൈക്കിൾ കഴിഞ്ഞിട്ടാണ്. ദറ്റ് ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ സൈക്കിൾ. ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലാറ്റൻസി, ദ ടൈം റിക്വയർഡ് ബിറ്റ്വീൻ issuing of 2 adjacent instructions. Okay, now instruction issue rate, ഇത് ഏകദേശം സെയിം തന്നെയാണ്. ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് പെർ സൈക്കിൾ. ഒരു സൈക്കിളിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? ഒരു സൈക്കിൾ എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒന്നല്ലേ? ഒരു സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷൻ, അടുത്ത സൈക്കിളിൽ വേറെ ഇൻസ്ട്രക്ഷൻ, അടുത്ത മൂന്നാമത്തെ സൈക്കിളിൽ വേറെ ഇൻസ്ട്രക്ഷൻ. ഇവിടെ താഴെ ഇപ്പോൾ വേറെ ഇൻസ്ട്രക്ഷൻ ഇല്ല, ഇവിടെ 2 ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു സൈക്കിളിൽ, സെക്കൻഡ് സൈക്കിളിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ. Okay, so here the instruction issue rate is 1. Okay, അപ്പോൾ the degree of super scalar, ഈ സൂപ്പർ സ്കെയിലർ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു സിംഗിൾ പ്രോസസ്സറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ സ്കെയിലർ പ്രോസസ്സറിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ പ്രോസസ്സിങ് പവറുള്ള പ്രോസസ്സേഴ്സിൽ നമുക്കിത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരു സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നല്ല 3 or 4 നമുക്ക് ഒറ്റ സൈക്കിളിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സംഭവം. അതാണ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ റേറ്റ്, ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ പെർ സൈക്കിൾ. സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി. Simple operation latency is the delay associated with the completion of a simple operation as compared with that of the complex operation. ഓക്കെ, അതായത് ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ആണ് ഒരു സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അഡിഷൻ ഉണ്ട്, ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓപ്പറേഷനുണ്ട്, ഒരു ഇൻറ്റിജർ അഡിഷനുണ്ട്, ഒരു ഡിവിഷൻ ഓപ്പറേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡിഷൻ പെർഫോം ചെയ്യാൻ എത്ര സൈക്കിൾ എടുക്കുന്നു, ഓക്കെ, അഡിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിവിഷൻ ടാസ്ക് വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടിയും കുറവായിരിക്കണം ഈ സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഡിലേ അസോസിയേറ്റഡ് വിത്ത് ദ കംപ്ലീഷൻ ഓഫ് എ സിമ്പിൾ ഓപ്പറേഷൻ. ഓക്കെ, the time taken to complete a simple operation is known as a simple operation latency. Clear? Next is resource conflict. Resource conflict എന്ന് പറയുമ്പോൾ when 2 or more instruction demand use of the same functional unit at the same time. ഇപ്പോൾ രണ്ട് ഇൻസ്ട്രക്ഷൻ ഒരേ റിസോഴ്സ് ഒരേ ഫങ്ഷണൽ യൂണിറ്റിന് ചോദിക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതാണ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ 1ന് ചിലപ്പോൾ മെമ്മറി 1 വേണം, അല്ലെങ്കിൽ രജിസ്റ്റർ 1 വേണം. അറ്റ് ദ സെയിം ടൈം ഇൻസ്ട്രക്ഷൻ 2നും രജിസ്റ്റർ 1 വേണമെന്നുണ്ടെങ്കിൽ അവിടെ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ക്ലിയർ? സോ വെൻ 2 or more instructions demand use of the same functional unit at the same time is known as resource conflict. ക്ലിയർ? അപ്പോൾ ഈ ടേംസുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇത് ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ഓക്കെ, പൈപ്പ് ലൈനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡെഫിനിഷൻസാണ്. ഓക്കെ, നൗ പൈപ്പ് ലൈൻ നമുക്ക് പല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഇത് ബേസ് സ്കെയിലാർ പ്രോസസ്സർ. നമ്മളൊരു സ്കെയിലാർ പ്രോസസ്സർ, അതായത് നമുക്ക് സിംഗിൾ പ്രോസസ്സറുള്ള അധികം പ്രോസസ്സിങ് ക്യാപ്പബിലിറ്റി ഇല്ലാത്ത പ്രോസസ്സറാണ് സ്കെയിലാർ പ്രോസസ്സർ. സ്കെയിലാർ പ്രോസസ്സറിൽ നമ്മൾ ഇതെങ്ങനെയാണ് പൈപ്പ് ലൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ പൈപ്പ് ലൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ടോ, FDEW എന്ന് പറഞ്ഞാൽ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ്. ഓക്കെ, അത് ഫസ്റ്റ് സൈക്കിളിൽ അത് കൊടുത്തു. സെക്കൻഡ് സൈക്കിളിൽ വീണ്ടും ഒരു ഇഷ്യൂ ലാറ്റൻസി വെച്ചിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അടുത്ത വീണ്ടും ഒരു ഇഷ്യൂ ലാറ്റൻസി വെച്ചിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു സ്കെയിലാർ പ്രോസസ്സറിൽ നമ്മൾ പൈപ്പ് ലൈൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. ഓക്കെ, ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണല്ലോ. ഒരു ഇൻസ്ട്രക്ഷനിൽ ഒരു സൈക്കിളാണല്ലോ. ഇത് ഫസ്റ്റ് സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്തില്ലേ, സെക്കൻഡ് സൈക്കിളിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്തല്ലോ, തേർഡ് സൈക്കിളിൽ തേർഡ് ഇൻസ്ട്രക്ഷൻ ലോഡ്. ഓക്കെ, അതാണ് ഇഷ്യൂ 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. ഇറ്റ് ഹാസ് 1 സൈക്കിൾ ലാറ്റൻസി ഫോർ എ സിമ്പിൾ ഓപ്പറേഷൻ. ഓക്കെ, ഒരു സൈക്കിൾ ലാറ്റൻസിയല്ലേ വരുന്നുള്ളൂ. ഓക്കെ, ഓരോ ഓപ്പറേഷനും ഒരു സൈക്കിൾ ലാറ്റൻസിയേ വരുന്നുള്ളൂ അല്ലേ. ഓരോ ഓപ്പറേഷൻ നോക്കുക, ഇവിടെ ഒരു സൈക്കിൾ, അടുത്തത് ഒരു സൈക്കിൾ, ഓരോന്നും ഒരു സൈക്കിളല്ലേ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഫെച്ച് ഒരു സൈക്കിൾ, ഇവിടുത്തെ ഡീകോഡ് ഒരു സൈക്കിൾ, ഇതൊരു സൈക്കിൾ. ദിസ് ഈസ് ഓൾസോ ഫെച്ച് 1 സൈക്കിൾ, ഡീകോഡ് 1 സൈക്കിൾ, എക്സിക്യൂട്ട് 1 സൈക്കിൾ, റൈറ്റ് 1 സൈക്കിൾ. അപ്പോൾ ഈ ഓരോ ഓപ്പറേഷൻസും സിമ്പിൾ ഓപ്പറേഷൻസും ഇറ്റ് ഈസ് ടേക്കിംഗ് ഓൺലി 1 സൈക്കിൾ. ക്ലിയർ? ഇറ്റ് ഹാസ് 1 സൈക്കിൾ ലാറ്റൻസി ബിറ്റ്വീൻ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ. ഓരോ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂയിങ് ഏതാണ് 1 സൈക്കിൾ ലാറ്റൻസിയിലല്ലേ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ലോഡ് ചെയ്തു, ഒരു സൈക്കിൾ ലാറ്റൻസി കഴിയുമ്പോഴാണ് അടുത്തത് ചെയ്തേക്കുന്നത്. ഇതിന്ന് ഒരു സൈക്കിൾ ലാറ്റൻസി കഴിയുമ്പോഴാണ് അടുത്തത് കൊടുത്തേക്കുന്നത്. ഇതിന്ന് ഇപ്പോൾ ഒരു സൈക്കിൾ ലാറ്റൻസി കഴിയുമ്പോഴായിരിക്കും അടുത്ത് കൊടുക്കുന്നത്. അതാണ് ഇറ്റ് ഹാസ് 1 സൈക്കിൾ ലാറ്റൻസി ബിറ്റ്വീൻ ദ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ. ഓക്കെ, ക്ലിയർ? It can be fully utilized if instruction can enter the pipeline at the rate of 1 per cycle. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ വന്നാൽ മാത്രമേ ദിസ് ടെക്നിക് ക്യാൻ ബി ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ, ഓരോ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓരോ ഫേസിന് 1 സൈക്കിൾ.
രണ്ടാമത്തെ പോയിന്റ്, ഓരോ ഫേസിന് അല്ലെങ്കിൽ സിമ്പിൾ ഓപ്പറേഷൻ. ഈ സിമ്പിൾ ഓപ്പറേഷൻ എന്ന് പറയുന്ന പോലെ ഓരോ ഫേസിനും ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, പിന്നെ എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷൻസ് അഡ്ജസൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒരു സൈക്കിൾ ലാറ്റൻസിയിലാണ് അതിനെ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കേസ് 1 പൈപ്പ് ലൈൻ പ്രോസസ്സിങ്. ഓക്കെ, ഇതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് മെത്തേഡ് ഓഫ് പൈപ്പ് ലൈൻ ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ കേസ് 1. ഓക്കെ, ഇത് നമ്മുടെ നോട്ടിലുള്ള ഫിഗറാണ്. ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് മാനർ. ഓക്കെ, ഇത് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഫിഗറും കൂടെ തന്നിരിക്കുന്നത്, മറ്റേ ഫിഗറും കൂടെ തന്നിരിക്കുന്നത്. നമ്മുടെ നോട്ടിൽ ഈ ഫിഗറാണുള്ളത്, ടെക്സ്റ്റിൽ ഈ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ 4 കട്ടകൾ എന്ന് പറയുന്നത് കണ്ടോ, ഈ പറഞ്ഞ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഓരോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് കണ്ടോ, ഓരോ സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. ഫസ്റ്റ് സൈക്കിളിൽ instruction 1 is given in the pipeline, the second cycle instruction 2 is given, in the third cycle instruction 3 is given, the fourth cycle instruction 4 is given. ഓക്കെ, അങ്ങനെ പോയിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഇനി ഓരോന്നിൻ്റെയും സൈക്കിൾ എത്രയാണ്, ഓരോ ഫേസിൻ്റെ അല്ലെങ്കിൽ ഓരോ സിമ്പിൾ ഓപ്പറേഷൻ്റെയും സൈക്കിൾ എന്ന് പറയുന്നത് 1 സൈക്കിളാണ്. ഓക്കെ, ഇനി ഓരോ അഡ്ജസ്റ്റൻ്റ് ഇൻസ്ട്രക്ഷൻസും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു സൈക്കിൾ ലാറ്റൻസിയിലാണ് അല്ലേ, 1 സൈക്കിൾ ലാറ്റൻസിയിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതെല്ലാം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സിക്യൂഷൻ ബേസ് സ്കെയിലാർ പ്രോസസ്സിങ്. ഓക്കെ, ഇനി കേസ് 2, ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലാറ്റൻസി ഈസ് 2 സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ, ദ പൈപ്പ് ലൈൻ ക്യാൻ ബി അണ്ടർ യൂട്ടിലൈസ്ഡ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഇഷ്യൂ ലാറ്റൻസി നേരത്തെ 1 ആയിരുന്നു. ഓക്കെ, നേരത്തെ സിംഗിൾ ഇഷ്യൂ ലാറ്റൻസി ആയിരുന്നു. ഇവിടെ 2 സൈക്കിൾ ലാറ്റൻസി വരുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ കേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് സൈക്കിളിൽ കൊടുത്തു. ഇനി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്, 2 സൈക്കിൾ കഴിഞ്ഞിട്ടാണ് അല്ലേ, 2 സൈക്കിൾ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ചെയ്തേക്കുന്നത് എവിടെയാണ്, വീണ്ടും 2 സൈക്കിൾ കഴിഞ്ഞിട്ടാണ്, സെക്കൻഡിൽ നിന്ന് 2 സൈക്കിൾ കഴിഞ്ഞിട്ടാണ് തേർഡ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലാറ്റൻസി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇവിടെ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലാറ്റൻസി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് ഈസ് അണ്ടർ യൂട്ടിലൈസ്ഡ് പൈപ്പ് ലൈൻ. ഓക്കെ, ഇഷ്യൂ ലാറ്റൻസി ഓഫ് 2 between 2 instruction. Such pipelines are known as pipeline underutilized. Okay, underutilized pipeline. Okay, ഇതിൻ്റെ ടെക്സ്റ്റിലുള്ള ഫിഗറാണല്ലോ. 2 സൈക്കിൾ കഴിഞ്ഞിട്ടല്ലേ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് 2 സൈക്കിൾ കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് 2 കഴിയുമ്പോൾ തേർഡ് കഴിഞ്ഞ് 2 സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ഫോർത്ത്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇത് അണ്ടർ പൈപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പുവർ പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ. ഇതിൽ ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞ പൈപ്പ് ലൈനിങ് മെത്തേഡാണ് തേർഡ് കേസ്. ഹിയർ ദ പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം ഈസ് ഡബിൾഡ് ബൈ കമ്പൈനിങ് പൈപ്പ് ലൈൻ സ്റ്റേജസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഹിയർ വിൽ കമ്പൈനിങ് ദ പൈപ്പ് ലൈൻ സ്റ്റേജസ്. നമ്മൾ നേരത്തെ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് അത് ഓരോ മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഫെച്ചും ഡീകോഡും കൂടെ ഒരാൾ ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ടും റൈറ്റും കൂടെ വേറെ ഒരാൾ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ 2 ടാസ്ക് നമ്മൾ കമ്പൈൻ ചെയ്തെടുത്തു. ഓക്കെ, അതാണ് പറയുന്നത്. ഹിയർ ദ പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം ഈസ് ഡബിൾ ബൈ കമ്പൈനിങ് ദ പൈപ്പ് ലൈനിങ് സ്റ്റേജസ്. പൈപ്പ് ലൈനിങ് സ്റ്റേജസ് നമ്മൾ കമ്പൈൻ ചെയ്തു. ഇൻ ദിസ് കേസ് fetch and decode phase are combined into 1 pipeline stage, and execute and write back are combined into another stage. Okay, this will result in a poor pipeline utilization. ഇതാണ് അതിൻ്റെ ഈ കോൺസെപ്റ്റിനാണ് നമ്മൾ പുവർ പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുറേ സൈക്കിൾ നമ്മൾ വേസ്റ്റ് ആക്കുകയാണ്. ഓക്കെ, നമ്മൾ സൈക്കിളെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ സൈക്കിളിൽ കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡല്ല. അതാണ് പുവർ പൈപ്പ് ലൈൻ്റെ യൂട്ടിലൈസേഷൻ മെത്തേഡ്. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗറാണ് കേട്ടോ. ഇവിടെ നമുക്ക് നേരത്തെ 4 കട്ട ഉണ്ടായിരുന്നു, ഇവിടെ 2 കട്ടയേ ഉള്ളൂ. അതായത് 2 ഫേസ് നമ്മൾ കമ്പൈൻ ചെയ്തെടുത്തു. ഓക്കെ, ഫെച്ച് ആൻഡ് ഡീകോഡ് നമ്മൾ ഒറ്റ ഫേസായിട്ട് എടുത്തു, ഒറ്റ ഇതായിട്ട് എടുത്തു.
എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ഒറ്റ ഇതായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇത്. അതാണ് അണ്ടർ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്, വിത്ത് ട്വൈസ് ദ ബേസ് സൈക്കിൾ. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ, പൈപ്പ് ലൈൻ ഇല്ലാതെ ഒരു സ്കെയിലർ പ്രോസസ്സറിൽ എങ്ങനെയാണ് അതിൻ്റെ ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പൈപ്പ് ലൈൻ ഇല്ലാതെ നമ്മളൊരു സ്കെയിലർ പ്രോസസ്സിൻ്റെ അകത്ത് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റാ പാത്ത് ആർക്കിടെക്ചർ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഓഫ് എ സ്കെയിലർ പ്രോസസ്സർ. ഇപ്പോൾ ഈ ഫിഗർ ഇത് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയും കൺട്രോൾ യൂണിറ്റും നമ്മളൊരു എക്സ്റ്റേണൽ ബസ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ ആൻ എക്സ്റ്റേണൽ ബസ്. ഓക്കെ, അപ്പോൾ ദ ഇൻഫർമേഷൻ ഓർ ദ അഡ്രസ് വിൽ ബി കളക്റ്റഡ് collected and stored in the program counter. Program counter എന്താണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഡാറ്റ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് അർത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇതിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ കൺട്രോൾ യൂണിറ്റാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും ഡീകോഡ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത്. Okay, all the control signals are actually provided by this control unit for fetching, arithmetic operation, decoding, writing, everything. ഇതിനെല്ലാത്തിനുള്ള ഓപ്പറേഷൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ആർക്കിടെക്ചർ മാത്രം പഠിച്ച് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. ഓക്കെ, അപ്പം പറയേണ്ടത് മെമ്മറി ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആർ ആക്ച്വലി കണക്റ്റഡ് ത്രൂ എക്സ്റ്റേണൽ ബസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡ്രസ്സ് ഈസ് ലോഡ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ആൻഡ് ഡാറ്റ ഈസ് ലോഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ അർത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ദെൻ PSW എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡാണ്. ഈ പ്രോസസ്സർ സ്റ്റാറ്റസ് വേർഡാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്തെന്ന് മനസ്സിലാക്കാനുള്ള മെത്തേഡാണ് ദെൻ additional registers for storing the information. Okay, then all the instruction execution for the control signal for instruction fetching, decoding, executing, arithmetic operation and writing operation is done given by the control unit. Okay, but it does not employ an instruction pipeline. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദ മെയിൻ മെമ്മറി, ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളേഴ്സ് എക്സെട്ര കണക്റ്റഡ് ത്രൂ എക്സ്റ്റേണൽ ബസ് വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. മെയിൻ മെമ്മറി ആൻഡ് ദ കൺട്രോൾ യൂണിറ്റ് അല്ലേ. The control unit generates the control signal required for control unit generate ചെയ്യുന്ന control signals എന്തിനൊക്കെ ഉള്ളതാണ്? ഫെച്ച്, ഡീകോഡ്, അർത്തമാറ്റിക് ഓപ്പറേഷൻ, മെമ്മറി ആക്സസ്, റൈറ്റ് റിസൾട്ട് ഫേസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പൈപ്പ് ലൈനിൽ വേണ്ട ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഇവിടെ കോൺസെപ്റ്റ് ഇല്ല. അതിന് പകരം ഈ കൺട്രോൾ യൂണിറ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദ കൺട്രോൾ യൂണിറ്റ് ഇറ്റ്സെൽഫ് മേ എംപ്ലോയ് ഹാർഡ്വെയർ ലോജിക് ഓർ മൈക്രോ കോഡഡ് ലോജിക്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. കൺട്രോൾ യൂണിറ്റ് either ഹാർഡ്വെയർഡ് ലോജിക് ആയിരിക്കാം അല്ലെങ്കിൽ മൈക്രോ കോഡഡ് ലോജിക് ആയിരിക്കാം. what do you mean by hardwired and or micro coded? ഹാർഡ്വെയർഡ് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന് വേണ്ടി മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹാർഡ് വയർഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, മൈക്രോ കോഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോ പ്രോസസ്സ് വഴി നമ്മളത് ചെയ്തിട്ടുണ്ട്. മൈക്രോ പ്രോസസ്സർ വഴിയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് പ്രോഗ്രാമിംഗ് വഴി നമുക്കതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും കൺട്രോൾ യൂണിറ്റിന്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആർക്കിടെക്ചറിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റാണത്. ഓക്കെ, ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഹാർഡ്വെയർ ഓർ മൈക്രോ കോഡഡ് ലോജിക്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതാണ് പൈപ്പ് ലൈൻ. ഇത് നമുക്ക് മെയിൻ ഇവിടെ നിന്ന് പഠിച്ചാൽ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ആണ്. പൈപ്പ് ലൈനിങ് എന്താണ്, പൈപ്പ് ലൈനിങ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എത്ര കേസ് ഓഫ് പൈപ്പ് ലൈനിങ് ഉണ്ട്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈനിങ് മെത്തേഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. പൈപ്പ് ലൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൈപ്പ് ലൈനിങ്ങിൻ്റെ ബേസിക് ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇത് ഓർത്ത് വെച്ച് വേണം നിങ്ങൾ പൈപ്പ് ലൈനിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കോൺസെപ്റ്റുകളും നമ്മൾ പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.